വനത്തിലെ നാഗരാജാവായിരുന്നു തക്ഷകൻ. കൃഷ്ണനും അർജുനും വനം കത്തിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. വനത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അശ്വസേനനും കൂടാതെ അസുര ശില്പിയായ മയനും മാത്രമാണ്. തക്ഷകന്റെ പുത്രനാണ് അശ്വസേനൻ. ഖാണ്ഡവനം കത്തുമ്പോൾ അശ്വസേനൻ അമ്മയുടെ സഹായത്തോടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അർജുനൻ ഇവരെ ആക്രമിച്ചു. അശ്വസേനന്റെ അമ്മയും അങ്ങനെ മരണപ്പെട്ടു. പക്ഷേ ആ സ്ത്രീയുടെ വയറ്റിലായിരുന്നു അശ്വസേനൻ. ചുറ്റും തീയായതിനാൽ മണ്ണാറുന്നതുവരെ അർജുനന്റെ കണ്ണിൽ പെടാതിരിക്കണം. അസുരശില്പിയായ മയന് ശ്രീകൃഷ്ണന്റെ ഇടപെടൽ വന്നതിനാൽ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ സർപ്പവംശജനായ അശ്വസേനൻ ജീവനോടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഉറപ്പായും അവനെ ചുട്ടുകൊല്ലും. അതുണ്ടാകാതിരിക്കാൻ അസുരശില്പിയായ മയൻ അശ്വസേനനെ ഒരു പൊത്തിൽ ഒളിപ്പിച്ചു. അശ്വസേനന്റെ ഉദരഭാഗത്തെ പടം പൊഴിച്ച് മറ്റൊരു രൂപം നിർമ്മിച്ച് തന്റെ ചൈതന്യം പകുത്ത് പ്രാണം പകർന്നു. കണ്ടാൽ ഒരുപോലെ തോന്നുന്ന അവന് സേനൻ എന്ന പേരും നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട ശേഷം പകുത്തു നൽകിയ ചൈതന്യം തനിക്ക് തിരികെ നൽകി അശ്വസേനനിൽ ലയിക്കണമെന്ന് ശില്പിയായ മയൻ സേനനോട് നിബന്ധന വെച്ചു. മണ്ണാറിയ സ്ഥലത്ത് നാഗങ്ങൾ കുടിയേറിയെങ്കിലും സേനൻ ഒളിച്ചും പാത്തും മനുഷ്യരൂപത്തിലും നാഗരൂപത്തിലും ആ പ്രദേശങ്ങളിൽ നിന്നും അടർന്നു മാറിയ ഒരു തുണ്ടിൽ കഴിഞ്ഞു. അഗ്നിദേവൻ വനം കത്തിക്കുന്നതിൽ നിന്നും തടയാൻ ഇന്ദ്രൻ തുള്ളി ഒരു കുടം കൊണ്ട് മഴ പെയ്ച്ചപ്പോൾ അർജുനൻ ചെറുത്തു നിൽക്കുന്നതിന് മുൻപേ പിരിഞ്ഞുമാറിയ സ്ഥലമാണ് തുണ്ടിൽ. തുണ്ടിൽ ഭാഗത്ത് മനുഷ്യവാസമുണ്ടായിരുന്നു. അവിടെ അതിസുന്ദരിയായ ദേവി ഭക്തയായ ഒരു പെൺകുട്ടി വസിച്ചിരുന്നു. അവളെ സേനൻ കാണാനിടയായി. താമസിയാതെ തന്നെ അവർക്ക് അടുത്ത പ്രണയത്തിലായി. തന്നെ വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന് സേനൻ വാശി പിടിച്ചു. എവിടെ നിന്നും വന്നു എന്നറിയാത്ത സേനന് അവളെ വിവാഹം കഴിച്ചു നൽകാൻ പ്രമാണിമാർ തയ്യാറായില്ല. എന്നാൽ കുടുംബക്കാരുടെ അനുവാദത്തോടെ അവർ രഹസ്യ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹത്തിന് ശേഷം താമസിക്കുവാൻ രഹസ്യമായി സേനൻ ഒരു ഗ്രഹം നിർമ്മിച്ചു. അങ്ങനെ അതീവ രഹസ്യമായി ആ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞതോടുകൂടി തുണ്ടിൽ ഭാഗത്ത് വീണ്ടും മഴ ആരംഭിച്ചു. മഴ ശുഭലക്ഷണമായതിനാൽ ആരതി ഒഴിഞ്ഞ് വേഗം ഗ്രഹപ്രവേശം നടത്താമെന്ന് തീരുമാനിച്ചു. സേനൻ എതിർത്തെങ്കിലും ഗത്യന്തരമില്ലാതെ ഒടുവിൽ തുണ്ടിലെ വധുവിന്റെ വീട്ടിലേക്ക് കയറേണ്ടി വന്നു. പുതുമഴ പെയ്തതോടുകൂടി സേനന്റെ മട്ടുമാറി. പൊടിയുടെയും പുതുമണ്ണിന്റെയും മണം ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ കൊതി ഉളവാക്കി. പൊടിയും പുതുമണ്ണും കഴിക്കാനുള്ള കൊതി കാരണം സേനന് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. ഭാര്യയെ ഒറ്റയ്ക്ക് മുറിയിലാക്കി സേനൻ പുറത്തിറങ്ങി ധൃതിയിൽ നടന്നു. സേനൻ കാണാതെ വധുവും പിന്തുടർന്നു. വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ സേനൻ നാഗരൂപം സ്വീകരിച്ച് വാളൊരു കശുമാവിൽ ചുറ്റി തല ഉയർത്തി വായുവിൽ നിന്നും പൊടി നുകരാൻ ആരംഭിച്ചു. ഇത് കണ്ട് ആ ദേവി ഭക്ത തകർന്നുപോയി. തന്റെ ഭർത്താവ് ഒരു സർപ്പമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു അവൾ. സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ വീട്ടിലേക്ക് ഓടി ആത്മഹൂതി ചെയ്യാൻ തയ്യാറെടുത്തു. തന്റെ ഭക്തയുടെ അവസ്ഥ കണ്ട് അശരീരി രൂപത്തിൽ ദേവി അവൾക്ക് നിർദ്ദേശം നൽകി. സർപ്പങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളാണ് പാലും പഴവും. അവൻ വരുമ്പോൾ അത് നൽകുക. അപ്പോൾ സേനൻ ഏത് രൂപത്തിലും സ്വഭാവത്തിലുമാണോ ആ രൂപത്തിലും ഭാവത്തിലും ജീവിതം പങ്കുവെക്കാൻ അവൻ നിർബന്ധിതനാകും. പൊടിയും മണ്ണും ഭക്ഷിച്ച് മടങ്ങിയെത്തിയ സേനന് അവൾ പാലും പഴവും പകർന്നു നൽകി. പിന്നീട് അവളുടെ മരണം വരെ സേനൻ മനുഷ്യരൂപത്തിൽ അവളോടൊപ്പം വസിക്കുകയും പിന്നീട് മയനിൽ നിന്നും പകുതി കിട്ടിയ ചൈതന്യം തിരികെ നൽകിയ ശേഷം സേനൻ അശ്വസേനനിൽ ലയിച്ചു. ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആ സമയത്ത് തന്നെ പാലും പഴവും പകർന്നു നൽകുന്നത് അതേ രീതിയിൽ മാറ്റമില്ലാതെ ജീവിതകാലം മുഴുവൻ തുടരാനാണെന്ന് വിശ്വസിച്ച് ഇന്നും നാം ആ ചടങ്ങുകൾ തുടരുന്നു. ഹിന്ദു രക്ഷാ മമ ദീക്ഷാ